വേദിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർ, സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവഭക്തന്മാർ, എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ, വിജയാശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രമേയത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ എന്ന സംഘടന കഴിഞ്ഞ ചില വർഷങ്ങളായി കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും മറ്റു ചില രാജ്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. മാതൃരാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, മതേതരത്തെ ആദരിക്കുന്ന സംഘടനയാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. എന്നാൽ ഖേദമെന്ന് പറയട്ടെ, ഇന്ന് വിശ്വാസ സമൂഹത്തോട്, പ്രത്യേകിച്ച് കേരളത്തിലെ പെന്തക്കോസ്റ്റ് സമൂഹത്തോട് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രവൃത്തികൾ ഉൾപ്പെടെ പലരും വെച്ചു പുലർത്തുന്ന അവഗണന അക്കമിട്ട് പറയാവുന്നതിനും അപ്പുറം ദയനീയമാണ്. മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വിവിധങ്ങളായ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മകാണ്ഡങ്ങളും പാരമ്പര്യങ്ങളും നിലനിന്നു വരുന്നു. ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. മറിച്ച് ഞങ്ങൾക്കെതിരായ ചില സ്റ്റേറ്റുകളിൽ അവർക്ക് ഹിതമുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ഞങ്ങളുടെ അഭിഷിക്തന്മാരെ പലരെയും ഉപദ്രവിക്കുകയും ജയിലിലടയ്ക്കുകയും വരെ ചെയ്ത സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നാളെ വരെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായും ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന മിഷണറിമാരുടെ സംഭാവനകൾ വിലമതിക്കാവുന്നതിലും അപ്പുറമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യയ്ക്കും എതിരായി ബോധവൽക്കരണം നടത്തുകയും സെമിനാറും മറ്റ് ക്ലാസും നടത്തുന്ന ദൈവദാസന്മാർക്കെതിരായി അതിക്രമങ്ങളും ആക്രമണങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിലും അരങ്ങുവാഴുന്നു. മിഷണറി പ്രവർത്തനം കൊണ്ട് നാളെ വരെ രാജ്യത്തിനും ജനത്തിനും നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുകൂടി ഓർപ്പിക്കട്ടെ. സമൂലമായ പരിവർത്തനമാണ്, വികസനമാണ് നാടിനുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള മിഷണറിമാരെ, വിശ്വാസ സമൂഹത്തെ നിരുപാധികം ഇരുട്ടിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നവർ അത് ഉപേക്ഷിക്കണമെന്നുകൂടി ഈ പ്രമേയത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഏകദേശം 28 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. നാളെ വരെ ഒരു സ്ഥാനമോ മറ്റും ആഗ്രഹിക്കാത്ത ഞങ്ങളെ ആവശ്യം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഓർക്കുകയും പതിവ് പോലെ വോട്ടിന് വേണ്ടി കയറി ഇറങ്ങുകയും ചെയ്യുന്ന, കാര്യം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്തതുമായ പ്രവണതയാണ് നാളെ വരെ കണ്ടുവരുന്നത്. എന്നാൽ ഒരു പുതിയ വിചിന്തനത്തിനായി ഞങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ ബന്ധത്തിൽ മാറി ചിന്തിക്കണമെന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന സ്ഥാനമാനങ്ങളും വിഹിതങ്ങളും ഞങ്ങൾക്ക് അർഹതപ്പെട്ട് നൽകണമെന്ന് കൂടി ഓർപ്പിക്കുന്നു. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ തഴയുക മാത്രമാണ് നാളെ ഇതുവരെ ഉണ്ടായത്. എന്നാൽ ഈ പ്രവണത മാറി വരാൻ പോകുന്ന 140 നിയോജക മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഏകദേശം 30 ലക്ഷത്തോളം അധികം വരുന്ന വിശ്വാസികളുണ്ട് കേരളത്തിൽ. ആകയാൽ ഈ സമൂഹത്തിന് അർഹതപ്പെട്ട സീറ്റ് ലഭിക്കണം എന്നുകൂടി ഓർപ്പിക്കുന്നു. മാത്രമല്ല, മദ്യത്തിനും മയക്കുമതിനെതിരായി ബോധവൽക്കരണം നടത്തുന്ന ദൈവദാസന്മാർക്കെതിരായി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ മാറി നിയമം അനുശാസിക്കുന്ന സംരക്ഷണം അല്ലെങ്കിൽ പരിരക്ഷ ഉറപ്പാക്കണം എന്നുകൂടി ഓർപ്പിക്കുന്നു. സർക്കാർ, ബോർഡ്, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പെന്തക്കോസ്റ്റ് സമൂഹത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കണം. ആർട്ടിക്കിൾ 25 അനുശാസിക്കുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 പൂർണ്ണമായും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് പെന്തക്കോസ്റ്റ് സമൂഹം എന്നുകൂടി ഓർപ്പിക്കുന്നു. പബ്ലിക് കോഡ്, പബ്ലിക് മൊറാലിറ്റി, പബ്ലിക് ഹെൽത്ത്. അപ്പോൾ പബ്ലിക് മൊറാലിറ്റി, പബ്ലിക് ഹെൽത്ത് അനുസരിച്ച് മാത്രമാണ് നമ്മുടെ എല്ലാ യോഗങ്ങളും നമ്മൾ നടക്കുന്നത്. പബ്ലിക് ഹെൽത്തിനെ മാനിക്കുന്ന രീതിയിൽ, പബ്ലിക് മൊറാലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. നമ്മുടെ എല്ലാ യോഗങ്ങളും കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്നതാണ്. എല്ലാ നിയമങ്ങളും അനുശാസിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ നിയമത്തെ പൂർവാധികം ഭംഗിയായി ബഹുമാനിക്കുന്നു. എന്നാൽ ഇതിനെതിരായി നമ്മൾ പ്രവർത്തിക്കുന്നില്ല. മറിച്ച് അതിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കി കൊടുക്കുന്ന പ്രവണതയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. അതിനാൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ, മണ്ഡലത്തിൽ ഞങ്ങളെ മാനിച്ചില്ലെങ്കിൽ, സ്നേഹിച്ചില്ലെങ്കിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുകയില്ല. പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ അതിൻ്റെ മാന്യതയിൽ ചേർന്ന് നിർത്തുകയും പരിഗണിക്കുകയും ചെയ്യുന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് നിലനിൽക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അർഹതപ്പെട്ട സീറ്റ്, അർഹതപ്പെട്ട സ്ഥാനം, അർഹതപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവ ലഭിക്കത്തക്ക വിധത്തിൽ ആര് സഹായിക്കുമോ അവരുടെ കൂടെ നിലനിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ഈ പ്രമേയത്തിലൂടെ ഉറപ്പ് നൽകുന്നു. ഈ പ്രമേയത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്റ്റ് സമൂഹത്തിന് അർഹതപ്പെട്ട സീറ്റ്, അസംബ്ലി സീറ്റ് ലഭിക്കുക. 2, പെന്തക്കോസ്റ്റ് ആരാധനാലയത്തിനും മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരായി
ബോധവൽക്കരണം നടത്തുന്ന സുവിശേഷം പറയുന്ന കർത്തൃദാസന്മാർക്ക് നിയമം അനുശാസിക്കുന്ന സംരക്ഷണം ഉറപ്പാക്കുക. സർക്കാർ, ബോർഡ്, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തുക. ഈ പ്രമേയം പൊതുസമൂഹത്തിന് വിനയത്തോടെ യുണൈറ്റഡ് പെന്തക്കോസ്ത് കൗൺസിൽ സമർപ്പിക്കുന്നു. ഈ പ്രമേയം പിന്താങ്ങുന്നത് ദേശീയ സെക്രട്ടറി പാസ്റ്റർ തോമസ് ശാമുൽ. ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് നിർത്തുകയാണ്. ഇവിടെ എല്ലാവരും വിട്ടുപോയതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ചെന്നാൽ ജാതി ചോദിക്കാറുണ്ട്. 152ാമത്തെ ജാതിയായി പെന്തക്കോസ്ത് സമൂഹത്തെ ഗവൺമെൻറ് അംഗീകരിച്ചു. അതിനുള്ള വിധി വന്ന കാര്യം എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഏത് സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ ചെന്നാലും പെന്തക്കോസ്ത് ഉള്ള പേര് നിങ്ങൾക്ക് ഇനി ധൈര്യമായി ചേർക്കാം എന്നുകൂടി അവസരത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.